ലാ നുഖ്ലിഫു നഹ്നു വലാ അൻത മക്കാനൻ സുവാ. അപ്പോൾ പിന്നെ സ്ഥലം ഇപ്പോൾ ആയി അല്ലേ, സ്ഥലത്തിനെ കുറിച്ചൊരു ഐഡിയ ആയി. സ്ഥലം എന്തായിരിക്കണം, അത് രണ്ടു കൂട്ടരും പിന്നെ ലംഘിക്കാത്ത, ആരും പിന്താത്ത, എല്ലാവരും പങ്കെടുക്കുന്ന രീതിയിലുള്ള സ്ഥലമായിരിക്കണം. പിന്നെ അത് രണ്ടു കൂട്ടർക്കും തരപ്പെട്ടതും എല്ലാവരും ഈ പരിപാടി കാണുന്നതുമായ സ്ഥലമായിരിക്കണം. അതാരാ തിരഞ്ഞെടുക്കേണ്ടത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അപ്പോൾ ഉടൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാല മൗഇദുക്കും യൗമുസ്സീന, അത് വിട്ടുകൊടുത്തില്ല. അത് കാരണം അത് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മിയ ബിൽ മിയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും കാണണം, എല്ലാവരും കേൾക്കണം. അത് ആരുടെ വാശിയാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാശിയാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അറിയാം, അന്ന് ഖിബിത്തികൾ എല്ലാവരും സമ്മേളിക്കുന്ന, എല്ലാവരും പിന്താതെ വരുന്ന പരിപാടി ഏതാണെന്നുള്ളത് മൂസാക്കറിയാം. അതുകൊണ്ട് തന്നെ മൂസ ഉടനെ പറഞ്ഞ ഖാല മൗഇദുക്കും യൗമുസ്സീന, സ്ഥലം മൗഇദുക്കും, നിങ്ങൾക്കുള്ള മൗഇദ് അത് എന്നാണ്? അത് യൗമുസ്സീന, യൗമുസ്സീനയിലാണ്. യൗമുസ്സീനയാണ് മൗഇദുക്കും യൗമുസ്സീന. ഈ മൗഇദ് കാലാണ്, ഇത് സ്ഥലം, ഇത് കാലം, സമയം, ഇത് മക്കാൻ, ഇത് സമാൻ. ഖാല മൗഇദുക്കും, നിങ്ങൾക്കുള്ള മൗഇദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഈ വാഗ്ദത്ത സ്ഥലം, ഇത് വാഗ്ദത്ത സമയം, അത് യൗമുസ്സീന, യൗമുസ്സീനയാകുന്നു. ആ യൗമുസ്സീനയിൽ ആ ടൈം കൃത്യമാക്കാണ്. വഅൻ യുഹ്ശറന്നാസു ദുഹൻ, വഅൻ യുഹ്ശറന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും വേണം. ദുഹൻ, ദുഹ എന്ന് പറഞ്ഞാൽ ദുഹാ സമയത്ത്, ദഹ്വത്തിൻ്റെ സമയത്ത്. തയ്യബ്. അപ്പോൾ ഇവിടെ എന്ത് യൗമുസ്സീന? യൗമുസ്സീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്സവദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ ആശയാർത്ഥാണ്. എന്തായാലും അന്ന് മിസ്രികൾ അണിഞ്ഞൊരുങ്ങി സുന്ദര കുട്ടപ്പന്മാരായി അല്ലേ, എല്ലാവരും ഒത്തുകൂടുന്ന ദിവസമാണെന്നുള്ളതിൽ ഇഷ്കാലില്ല. പക്ഷെ ആ ദിവസം ഏത് എന്നുള്ളതാണ്. പിന്നെ മിസ്റിൻ്റെ ചരിത്രത്തിൽ അവർക്ക് അറിയപ്പെട്ട ഒരു യൗമുസ്സീന, അത് നൈലിൽ വെള്ളം നിറയുകയും പിന്നെ നൈലിൽ നിന്നുള്ള കനാലുകൾ ഉണ്ടല്ലോ, അതിലേക്ക് നൈലിൽ നിന്നുള്ള വെള്ളം തുറന്നു വിടുകയും ചെയ്യുന്ന ദിവസം. അതൊരു രാജകീയ പരിപാടിയാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നൈലിനെ ആശ്രയിച്ച് കഴിയുന്ന പലർക്കുമുള്ള ജലം അവരുടെ നാടുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുക. അപ്പോൾ ഈ കനാലുകൾക്ക് എന്തുണ്ട്? നൈലിൽ നിന്ന് പിന്നെ ഇതുണ്ട്, പാത്തിയോ അല്ലെങ്കിൽ കവാടമുണ്ട്. ആ കവാടം തുറക്കുന്ന ദിവസമാണ്. അതൊരു പിന്നെ ഉത്സവ ദിവസമാണ്. പണ്ടേ പിന്നെ ഈജിപ്തിലെ എന്നാണ് തഫ്സീറുകളിൽ പറയുന്നത്. അപ്പോൾ അന്ന് എന്ത് ചെയ്യും? ആളുകളെല്ലാവരും എന്ത് ചെയ്യും? ഈ ഒരു പിന്നെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടും നൈലിൻ്റെ തീരങ്ങളിൽ എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് അതല്ല. യൗമുസ്സീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം, അതേതാ? ആശൂറ, മുഹറം 10, അത് അവരുടെ യൗമുസ്സീനയായിരുന്നു, അന്നാണ്. ചിലർ പറഞ്ഞില്ല, മിസ്രികൾക്ക് എന്ന് പറയുമ്പോൾ പ്രശ്നം, ഖിബ്തികൾക്ക് പിന്നെ അവർക്ക് ഒരു പിന്നെ യൗമുസ്സൂഖുണ്ട്, അവരുടെ സൂഖിൻ്റെ മാർക്കറ്റ് ദിനം, അവരുടെ പിന്നെ ചന്തയുടെ ദിവസം. അത് അറബികൾക്ക് പൊതുവേ ഉള്ളൊരു വിഷയമാണിത്. ഈ സൂഖുദിൽ മിജന്ന, ഇതൊക്കെ അല്ലേ, സൂഖുൽ ഹിജാസ്, ഇതൊക്കെ അതേപോലത്തെ സൂഖിൻ്റെ ദിവസമുണ്ട്. ആ ദിവസം എല്ലാവരും ആ സൂഖിൽ സംബന്ധിക്കുന്നവരും, അവിടെ സൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല, ഈ കൊള്ളക്കൊടുപ്പിൻ്റെ വിഷയം മാത്രമല്ല. പിന്നെ സൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാലങ്ങളിൽ എന്താണ്, പിന്നെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്, വൈജ്ഞാനിക കേന്ദ്രം കൂടിയാണ്. കവികൾ വന്ന് അവരുടേത് അവതരിപ്പിക്കുന്ന, ഗദ്യപദ്യ സാഹിത്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന, ഒപ്പം സൂഖ്, അതേപോലെ തന്നെ പല ചടങ്ങുകളും ആരാധനകളും അതൊക്കെ നടക്കുന്ന ഒരു വിഷയമാണ് സൂഖ് എന്ന് പറഞ്ഞെങ്കിൽ. അങ്ങനെ അവർക്കൊരു സൂഖിൻ്റെ ദിവസമായിരുന്നു. അതാണ് യൗമുസ്സീന. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത് എത്രയോ സഹസ്രാബ്ദങ്ങൾക്കപ്പുറമല്ലേ. ഏതായാലും അന്ന് അവർക്ക് ഒത്തുകൂടുന്ന ഒരു ആഘോഷദിനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് പറഞ്ഞു, മൗഇദുക്കും യൗമുസ്സീന, നിങ്ങൾക്ക് ഒത്തുകൂടാനുള്ള സമയം അത് യൗമുസ്സീനയിലാണ്.